അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്: സെയിൽസ് ഡ്യൂറിങ് എ പീരീഡ് ഈസ് റുപ്പീസ് 10 lakh, its PV ratio is 40% and profit is rupees 1,50,000. Find out contribution and fixed cost. ഓക്കെ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോൺട്രിബ്യൂഷനും അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള നമ്മുടെ ക്വസ്റ്റ്യനിലെ ഐറ്റംസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്: കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 10 lakh ആണ്. ഓക്കെ, അപ്പോൾ 10 lakh ഇൻറ്റു PV റേഷ്യോ എത്രയാണ്? 40% ആണ്. ഇൻറ്റു 40/100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 lakh എന്ന് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനാണ്. ഫിക്സ്ഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ 4 lakh ആണ്. പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 1,50,000 ആണ്. ഇപ്പോൾ 4 lakh മൈനസ് 1,50,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2,50,000 എന്ന് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്: The following related to concern: sales rupees 20 lakh, PV ratio 20%, margin of safety 30%. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൺ സെയിൽസ്, പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കൺസേൺ, സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 2 lakh. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് ഇവൺ സെയിൽസ് ആണ്. ബ്രേക്ക് ഇവൺ സെയിൽസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടെത്താൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഐറ്റംസ് ബേസ് ചെയ്തുകൊണ്ട് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൺ പോയിന്റ് ആണ്. ഓക്കെ, ആക്ച്വൽ സെയിൽസ് നിന്നും ബ്രേക്ക് ഇവൺ പോയിന്റ് കുറച്ചാലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും 100% ആണ് വരുന്നത്. അപ്പോൾ ഈ 100% എന്നുള്ളത് കോമൺ ആണ്, അത് മനസ്സിലാക്കുക. ഇപ്പോൾ 100 മൈനസ് MOSൻ്റെ പെർസെൻറ്റേജ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 30% ആണ്. അപ്പം ബ്രേക്ക് ഇവൺ പോയിന്റിൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 70% വരും. 100 മൈനസ് 30 കണ്ടു കഴിഞ്ഞാൽ 70% ആണ് ബ്രേക്ക് ഇവൺ പോയിന്റിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ് ഈ 70 എന്ന് പറയുന്നത്? നമ്മുടെ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. സെയിൽസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 20 lakh തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20 lakh ആണ് സെയിൽസ്. അപ്പോൾ അതിൻ്റെ 70% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 70/100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 14 lakh എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ എത്രയാണ്? 14 lakh ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ PV റേഷ്യോ തന്നിട്ടുണ്ട്. PV റേഷ്യോ എത്രയാണ്? 20% ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് ഇവൺ സെയിൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഇവൺ സെയിൽസ് എത്രയാണ്? 14 lakh ആണ്. ബ്രേക്ക് ഇവൺ സെയിൽസ് എന്ന് പറയുന്നത് 14 lakh ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് നമുക്കിവിടെ എന്തറിയണം? ഫിക്സ്ഡ് കോസ്റ്റ് അറിയണം. അപ്പം ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻറ്റു PV റേഷ്യോ, അതായത് PV റേഷ്യോ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻറ്റു PV റേഷ്യോ എന്നായിട്ട് മാറും. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ PV റേഷ്യോ സമത്തിൻ്റെ ഇപ്പോൾ എടുക്കുമ്പോൾ എന്താവും? ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻറ്റു PV റേഷ്യോ. അതായത് ബ്രേക്ക് ഇവൺ പോയിന്റ് 14 lakh ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. PV റേഷ്യോ എത്രയാണ്? 20% ആണ്. ഇൻറ്റു 20/100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2,80,000 എന്ന് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 2,80,000 ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്തിയത് എന്തിനാണ്? നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ ഇവിടെ കണ്ടെത്തിയത്. അതായത് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതാണ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? സെയിൽസ് അറിയാമെങ്കിൽ കണ്ടെത്തുക. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ കണ്ടാൽ മതി. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 20 lakh ഇൻറ്റു 20/100 കാണുന്നു. അപ്പോൾ നമുക്ക് 4 lakh എന്ന് ഏതിൻ്റെ വാല്യൂ കിട്ടും? കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 4 lakh ആണ് കോൺട്രിബ്യൂഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി കണ്ടെത്തി 2,80,000 ആണ്. അപ്പോൾ 4 lakh മൈനസ് 2,80,000 1,20,000 നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 2 lakh എന്നുള്ളതാണ്.
അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,80,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, 2 lakh ആണ് ഡിസൈഡ് പ്രോഫിറ്റ്. ഓക്കെ, ഡിവൈഡ് ബൈ പി വി റേഷ്യോ 20% ആണ്. 20% എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അതായത് 4,80,000 ഡിവൈഡ് ബൈ 0.2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 24 lakh എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എക്സാമിൻ്റെ മുമ്പ്. ഓക്കെ, 2019 29ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PK Limited furnish you the following data relating to the year 2014. First half of the year, second half of the year. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഇയർ, സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ. ഇവിടെ ക്വസ്റ്റ്യൻ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി പീരീഡ് 1 പീരീഡ് 2 എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. സെയിൽസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. 45,000, 50,000, കോസ്റ്റ് 40,000, 43,000. ഓക്കെ, ദെൻ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രൈസസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ദാറ്റ് ദി ഫിക്സ്ഡ് എക്സ്പെൻസ് ആർ ഇൻകേർഡ് ഈക്വലി ഇൻ ദി 2 half year പീരീഡ്. കാൽക്കുലേറ്റ് ദി ഫോളോയിങ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫുമാണ് തന്നത്. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ കണ്ടെത്തണം, ഫിക്സ്ഡ് എക്സ്പെൻസ് കണ്ടെത്തണം, ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടെത്തണം, പെർസെൻറ്റേജ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി, ഇത്രയും ഐറ്റംസ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 വർഷത്തെ തന്നു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പി വി റേഷ്യോ കണ്ടെത്താൻ. എന്തായിരുന്നു? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സെയിൽസും കോസ്റ്റുമാണ് തന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സെയിൽസിൽ നിന്നും കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 45,000 ആണ് ഒന്നാമത്തെ ഫസ്റ്റ് ഹാഫിൽ സെയിൽസ്, കോസ്റ്റ് എത്രയാണ്? 40,000 ആണ്. അപ്പോൾ നമുക്ക് 5,000 എന്ന് കിട്ടും പ്രോഫിറ്റ്. സെക്കൻഡ് ഹാഫിൽ 50,000 ആണ് സെയിൽസ്, 43,000 ആണ് കോസ്റ്റ്. അപ്പോൾ 7,000 എന്ന് നമുക്ക് സെക്കൻഡ് ഹാഫിൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ പി റേഷ്യോ എങ്ങനെ വരും? 7,000 മൈനസ് 5,000. അതായത് ഈ 7,000 എന്ന് ഈ 5,000 കുറക്കുന്നു, ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ് 50,000 മൈനസ് 45,000 ഇൻറ്റു 100. അതായത് 2,000 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 40% എന്ന് പി വി റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനാണ്. ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? സെയിൽസ് ഇൻറ്റു പി റേഷ്യോ. സെയിൽസ് എത്രയാണ്? സെയിൽസ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത് എത്രയാണ്? സെയിൽസ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത് 45ഉം സെക്കൻഡ് ഹാഫിൽ വരുന്നത് 50 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടോട്ടൽ 95,000 സെയിൽസ് വരും. ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എന്താണ് പി വി റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഇവിടെ നമ്മൾ സെയിൽസ് എടുക്കുമ്പോൾ 2 ഹാഫിനെയും ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവിടെ ജസ്റ്റ് നിങ്ങൾ മാറ്റം ശ്രദ്ധിക്കുക. ഒരു വർഷത്തേതല്ല തന്നെ 2 ഹാഫിലേതാണ്. അപ്പോൾ 2 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 45 50 95,000 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 38,000 എന്ന് കോൺട്രിബ്യൂഷൻ എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 38,000 നിന്നും എന്ത് കുറക്കണം? ഇവിടെ കുറക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 വർഷത്തെയും പ്രോഫിറ്റ്. അതായത് ഒന്നാമത്തെ വർഷത്തെ എത്രയായിരുന്നു? 5,000ഉം രണ്ടാമത്തെ വർഷത്തെ എത്രയായിരുന്നു? 7,000ഉം ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12,000 എന്ന് കിട്ടും. അപ്പോൾ 38,000 മൈനസ് 12,000 26,000 എന്ന് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത് നമ്മളോട് ചോദിച്ചത് ബ്രേക്ക് വൺ പോയിന്റ് ആണ്. ബ്രേക്ക് വൺ പോയിന്റ് കാണുന്നത് എങ്ങനെയാണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വൺ പോയിന്റ് കണ്ടെത്താം. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി കണ്ടെത്തി 26,000 ആണ്. പി വി റേഷ്യോ 40% ആണ് എന്ന് പറഞ്ഞാൽ അത് 0.4 ആണ്. 26,000 ഡിവൈഡ് ബൈ 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 65. 0.4 വരുന്നത് 40 ഡിവൈഡഡ് ബൈ 100 എന്നുള്ള നിലക്കാണ് 0.4 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 65,000 എന്ന് നമുക്ക് ബ്രേക്ക് വൺ പോയിന്റ് കിട്ടും. ഇനി നമ്മൾ കാണേണ്ടത് പെർസെൻറ്റേജ് ഓഫ് MOS ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ സെയിൽസ് മൈനസ് ബി ബി സെയിൽസ് ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100 ആണ്. 95,000 ആണ് ആക്ച്വൽ സെയിൽസ് നമ്മൾ കണ്ടെത്തി, മൈനസ് 65,000 ആണ് എന്ത് ബ്രേക്ക് വൺ പോയിന്റ് സെയിൽസ് ഡിവൈഡ് ബൈ 95,000 ആണ് ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 31.58% എന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? പെർസെൻറ്റേജ് ഓഫ് MOS എന്നതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. യു ആർ ഗിവൺ ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ ദി ഇയർ 2020-21. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു വർഷം പ്രോഫിറ്റ് ആണ്, വേറൊരു വർഷം ലോസ് ആണ്.
ഓക്കെ 2020-21 സെയിൽസ് 76,000 1,30,000 ആണ് 21 പ്രോഫിറ്റ് ഒന്നാമത്തെ വർഷമില്ല രണ്ടാമത്തെ വർഷം എന്താണ് 6,000 ആണ് ലോസ് ആണ് ഇനി വരുന്നത് 2020 4,800 കാൽക്കുലേറ്റ് ബ്രേക്ക് വൺ പോയിന്റ് സെയിൽസ് നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് വൺ സെയിൽസ് ആർ റുപ്പീസ് 1,20,000 ലോസ് വെൻ ദി സെയിൽസ് ഗോ ഡൗൺ ടു ദി ലെവൽ ഓഫ് 60,000 സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 10,000 മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ 2021 ഇത്രയുമാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇക്വേഷൻ ഏതെടുക്കണം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഈ ലോസും പ്രോഫിറ്റും വരുമ്പോൾ ഇത് രണ്ടിനെയും ആഡ് ചെയ്തിട്ടാണ് ലോസിനെയും പ്രോഫിറ്റിനെയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഇവിടെ 6,000-ഉം 4,800-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,800 എന്ന് കിട്ടും. നേരത്തെ നമ്മൾ രണ്ടും പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കാറുള്ളത്. ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് മാറ്റം മനസ്സിലാക്കുക രണ്ടും ആഡ് ചെയ്യുകയാണ് ഒന്ന് ലോസും മറ്റൊന്ന് പ്രോഫിറ്റും ആണെങ്കിൽ രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഡിവൈഡ് ബൈ സെയിൽസ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് 1,30,000 നിന്നും 76 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 54,000 എന്ന് കിട്ടും. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 20% PV റേഷ്യോ കിട്ടും. ഓക്കെ ഇനി രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ബ്രേക്ക് വൺ പോയിന്റ് സെയിൽസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഫിക്സ്ഡ് കോസ്റ്റ് PV റേഷ്യോ അറിയാമെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്നുള്ളതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റനിലെ രണ്ടാമത്തെ വർഷത്തെ സെയിൽസ് വെച്ചുകൊണ്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തുന്നു. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എന്താണ് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ കോൺട്രിബ്യൂഷൻ കാണാൻ ഇപ്പോൾ 1,30,000 ഇനും 20 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 26,000 എന്ന് കോൺട്രിബ്യൂഷൻ വാല്യൂ കിട്ടും. ഓക്കെ അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ വരും കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ് 26,000 ആണ് കോൺട്രിബ്യൂഷൻ. പ്രോഫിറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ വർഷം എത്രയായിരുന്നു 6,000 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര കിട്ടും 20,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് BEPയുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം 20,000 ഡിവൈഡ് ബൈ 20% ആണ് എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ അത് 20,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 20 എന്നുള്ള രൂപത്തിലേക്ക് മാറും. അല്ലെങ്കിൽ നിങ്ങൾ 0.2 എന്നിട്ട് കഴിഞ്ഞ് മതി. നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ 20,000 ഡിവൈഡ് ബൈ 0.2 എന്ന് എടുത്താൽ മതി. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 0.2 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1 lakh എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ബ്രേക്ക് വൺ പോയിന്റ് എത്രയാണ് 1 lakh എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് എന്താണ് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 1,20,000 ആണ്. പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പക്ഷേ കോൺട്രിബ്യൂഷൻ മാറും സെയിൽസ് മാറുന്നതിനനുസരിച്ച് കോൺട്രിബ്യൂഷനും മാറും. അതായത് ഇവിടെ പുതിയ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അതായത് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ സെയിൽസ് 1,20,000 ആണ് ഇൻറ്റു PV റേഷ്യോ 20 ആണ് ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ പുതിയ കോൺട്രിബ്യൂഷൻ 24,000 കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ വരും 24,000 നിന്നും 20,000 ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4,000 എന്ന് പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ഇതാണ് രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോസ് വെൻ ദി സെയിൽസ് ഗോ ഡൗൺ ടു ദി ലെവൽ ഓഫ് 60,000 ലോസ് ആണ്. അതായത് സെയിൽസ് എത്രയാണ് 60,000 ആണെങ്കിൽ ലോസ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരുന്നു. ഇനി ലോസ് ആകുമ്പോൾ അതെന്താകും ലോസ് ആകും നേരെ തിരിച്ചാണ് വരിക. ലോസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് കോൺട്രിബ്യൂഷൻ എന്ന് വരും. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ ആദ്യം കാണണം. സെയിൽസ് 60,000 ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെ വരും 60,000 ഇൻറ്റു PV റേഷ്യോ 20 ഡിവൈഡ് ബൈ 100 12,000 നേരത്തെ കണ്ടതുപോലെ കോൺട്രിബ്യൂഷൻ ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 60,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 12,000 എന്ന് കിട്ടും. ഇനി ലോസ് എങ്ങനെ വരും 12,000 ആണ് എന്ത് വരുന്നത് കോൺട്രിബ്യൂഷൻ വരുന്നത്. നേരെ റിവേഴ്സ് എൻട്രി കൊടുക്കുന്നു പ്രോഫിറ്റിൻ്റെ ലോസിന്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് 20,000 ആണ്. കോൺട്രിബ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടെത്തിയത് 12,000 ആണ്. അപ്പോൾ നമുക്ക് 8,000 എന്ന് കിട്ടും ലോസിൻ്റെ എമൗണ്ട്. ഇനി നാലാമത്തെ ചോദ്യം ചോദിച്ചത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് നടത്തണം എന്നുള്ളതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് 20,000 ആണ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് 20,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് 10,000 ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് പറയുന്നത് 20% എന്ന് പറഞ്ഞാൽ 20,000 പ്ലസ് 10,000 അതായത് 30,000 ഡിവൈഡ് ബൈ 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് 1,50,000 എന്ന് ഈ ഒരു സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ചോദിച്ചത് മാർജിൻ ഓഫ് സേഫ്റ്റി 2021 2021 വരുന്ന സെയിൽസ് എത്രയാണ് 1,30,000 ആണ്. ബ്രേക്ക് വൺ പോയിന്റ് സെയിൽസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 1 lakh ആണ്.
അപ്പോൾ ഇവിടെ എങ്ങനെ വരും 1,30,000 മൈനസ് 1 lakh ദാറ്റ് ഈസ് ഇക്വൽ ടു 30,000 എന്ന് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. കുറച്ച് സ്പീഡിൽ എടുത്തു പോയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുക. ഇക്വേഷൻസ് ആണ് മെയിൻ പ്രാധാന്യം. നിങ്ങൾ എല്ലാ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് മുമ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.